ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു 20,000 രൂപയ്ക്ക് ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് സ്മാർട്ട് ഫോൺ എന്നൊക്കെ പറയാവുന്ന ഒരു ഫോണിനാണ്. നമ്മുടെ മോട്ടോറോളയുടെ എഡ്ജ് 50 എന്ന് പറഞ്ഞ മോഡലാണ്. ഇതിപ്പോൾ ഇതിൻ്റെ ലേറ്റസ്റ്റ് മോഡൽ എഡ്ജ് 60 ഇറങ്ങും. വലിയ ഡിഫറൻസ് ഒന്നും വരാൻ സാധ്യമൊന്നുമില്ല. പ്രൊസസ്സർ വേണമെങ്കിൽ ഇതേ റേഞ്ചിലുള്ള മീഡിയടെക്കിൻ്റെ വേണമെങ്കിൽ വരിയിരിക്കും. നമ്മുടെ ഫ്യൂഷനിൽ വന്ന പോലെ തന്നെ വലിയ ഡിഫറൻസ് ഒന്നും വരാനില്ല. നിങ്ങൾക്ക് എന്തായാലും ഏതാണ് പ്രൈസ് കുറഞ്ഞ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് 50 ആയാലും എടുക്കാം, 60 ആയാലും എടുക്കാം. എന്തായാലും ഡിസൈനിലും ചേഞ്ച് വരാനുള്ള സാധ്യതയൊക്കെ ഭയങ്കര നെഗ്ലിജിബിൾ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത് 50യുടെ കാര്യം ഇപ്പോൾ പറയണം കേട്ടോ. ഇപ്പോൾ ഇത് ആക്ച്വലി 22,000 രൂപ 21,999 നമുക്കിപ്പോൾ ഡീലിൽ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലൊക്കെ വരുന്നത്. ഇത് ഫ്ലിപ്കാർട്ടിൽ മാത്രമല്ല, ആമസോണിൽ ഉണ്ട്, പക്ഷേ പ്രൈസ് കൂടുതലാണ്. ഡയറക്റ്റ് മോട്ടോറോള സെല് ചെയ്യുന്നത് ഫ്ലിപ്കാർട്ടിലാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ കൂടെയും ചെയ്യാം കേട്ടോ. ഫ്ലിപ്കാർട്ടിനെ വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ ഓപ്പൺ ബോക്സ് ഉള്ളതുകൊണ്ട് ഫോൺ വലിയ ഇഷ്യൂ വരില്ല വിചാരിക്കുക. പക്ഷേ ഓപ്പൺ ബോക്സ് ചെയ്യുമ്പോൾ എല്ലാം കൂടി ഓൺ ചെയ്ത് എല്ലാ സംഭവവും നോക്കിയിട്ട് ശേഷം മാത്രം പിൻകോഡ് കൊടുക്കാട്ടോ. അല്ലെങ്കിൽ പിൻകോഡ് അല്ല, എന്താ പറയുക, OTP കൊടുക്കുക, അല്ലെങ്കിൽ പണി കിട്ടും. ഞാൻ അതിന് മുമ്പ് G-Shock വാങ്ങിച്ചിട്ട് ഓൾറെഡി എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രം ശ്രദ്ധിക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മോട്ടോറോളയുടെ ഒരു ഗുണം എന്താ പറയുക, നമുക്ക് ഈ ബോക്സിലെല്ലാം കിട്ടുന്നുണ്ട്. 22,000 രൂപയ്ക്ക് ഈ സാധനം നമുക്ക് ആവശ്യമുള്ള സ്ക്രീൻ ഗാർഡ് ഇല്ല, ബാക്കി എല്ലാ സംഭവത്തിലും വരുന്നുണ്ട്. മോട്ടോറോള 50 Pro ഉണ്ടല്ലോ, അതിൽ നമുക്ക് സ്ക്രീൻ ഗാർഡ് വരുന്നുണ്ട്. പക്ഷേ 60 സീരീസിൽ ഇതൊന്നും വരില്ല. അവർ കേസ് കൊടുത്ത് കളഞ്ഞിട്ടുണ്ട്, നമ്മുടെ എന്താ പറയുക സ്ക്രീൻ ഗാർഡ് എടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇതാണ് എൻ്റെ സൈഡിൽ ഇരിക്കുന്നുണ്ട്, പ്ലാസ്റ്റിക് ഫ്രീ പാക്കേജിങ്. ഇതാണ് ശരിക്കും പ്ലാസ്റ്റിക് ഫ്രീ പാക്കേജിങ്. അല്ലാണ്ട് ആപ്പിൾ ചെയ്തേക്കണ എൻ്റെ എൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ അവന്മാരാണ് ഈ ഉടായ്പ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നത്. ചാർജർ എടുത്ത് ഇനി ചിലപ്പോൾ ബാറ്ററി എടുത്ത് കളയും, ഇനി ഒരു ബാറ്ററി സെപ്പറേറ്റ് വാങ്ങിക്കേണ്ടി വരും. അങ്ങനത്തെ ആൾക്കാരാണ് ഈ ആപ്പിൾ. മറ്റേ അണ്ണം വന്ന ശേഷമാണ് ഇങ്ങനെയാണ് ഇത് ആപ്പിൾ. ഇത്രയും ഞാൻ ആപ്പിൾ ഉപേക്ഷിച്ചോട്ടെ. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിപ്പോൾ പ്രൈമറി സെക്കൻഡറി മാറ്റിയപ്പോൾ ആപ്പിൾ. എൻ്റെ വേറൊരു ആപ്പ് ഉണ്ടെന്ന് വെച്ചാൽ എൻ്റെ ഒരു ആപ്പിൾ വാച്ച് ഉണ്ട്, അൾട്രാ. അപ്പോൾ അത് സെൽ ഔട്ട് ചെയ്യുന്ന വരെ ഞാൻ ഒരു ആപ്പിളും കൂടി കയ്യിൽ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഫുള്ളി ആപ്പിൾ ബൈ 3-4 കൊല്ലമായപ്പോൾ ഞാൻ ആപ്പിളിലേക്ക് മാറിയിട്ട്. അപ്പോൾ അതിന് ശേഷം ടാറ്റ ബൈ ആയിടാം. അപ്പോൾ ഇത് ബ്ലൂ അല്ല സോറി, ഇത് ഗ്രേ കളറാണ്, ഗ്രേ ബ്ലാക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ MRP ഒക്കെ 33 രൂപയ്ക്കാണ്. മാനുഫാക്ചറിങ് വന്നിരിക്കുന്നത് 2024 9. ഇതാണ് ബോക്സ് വരുന്നത്. നിങ്ങൾക്ക് ഫുൾ എന്താ പറയുക പേപ്പർ പാക്കേജിങ് ആണ്. കണ്ടന്റ് അറിയാലോ, ഞാൻ പ്രത്യേകിച്ച് എടുത്ത് കാണിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ല. എന്ന് വെച്ചാൽ ലേറ്റസ്റ്റ് ഡിവൈസ് ഒന്നും അല്ലല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കാണിച്ചു തരണം കേട്ടോ. ഇത് 8GB 256GB മോഡലാണ്. ക്വാല ഗ്രേ ആണ് ഇതിന് കളർ കേട്ടോ. വെറൈറ്റി പേരുകളൊക്കെയാണ്. മെയ്ഡ് ഇൻ ഇന്ത്യ ആണ് കേട്ടോ. മോട്ടോറോള മൊബിലിറ്റി ഇന്ത്യ. നിങ്ങൾക്ക് അറിയാം, മോട്ടോറോള ഇപ്പോൾ ലിനോവൻ്റെ കയ്യിലാണ്. ചൈനീസ് കമ്പനി ആയിട്ടുണ്ട്, പണ്ട് US കമ്പനി ആയിരുന്നു. ഇത് നമുക്ക് അൺബോക്സിങ് ചെയ്യാം. അൺബോക്സിങ് കഴിഞ്ഞാൽ ഫോണൊക്കെ എടുത്ത് കഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് 2 സേഫ്റ്റി ഗൈഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്. ഇത് നമുക്ക് ആക്ച്വലി ഇത് നിങ്ങൾക്ക് അറിയായിരിക്കും, മോട്ടോറോളയുടെ മിക്ക എല്ലാ ഫോണുകളും നമ്മുടെ കർവ് സ്ക്രീനായിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ UV ഗ്ലാസ് ഒക്കെ ഒട്ടിക്കുന്നുണ്ടെങ്കിൽ ആ ഹോളൊക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണെന്ന് വെച്ചാൽ ഈ ഗമ്മിൻ്റെ ഉള്ളിൽ കിടന്നു കഴിഞ്ഞാൽ പിന്നെ പണി കിട്ടും. പിന്നെ നമുക്കൊരു സേഫ്റ്റി ഗൈഡും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു വേപ്പൺ വരുന്നുണ്ട്. പിന്നെ നമുക്കിതിൽ ഇതവിടെ കിട്ടാം ഒരു Type-C to Type-C കേബിൾ വരുന്നുണ്ട്, നല്ല കാര്യം. പിന്നെ നമുക്കൊരു 68 വാട്ടിൻ്റെ ഒരു ചാർജറും വരുന്നുണ്ട്. ആപ്പിള്, സാംസങ്, ഗൂഗിള് ഉണ്ട്. നല്ല ക്വാളിറ്റി, നല്ല കിടിലൻ സാധനം. PD ചാർജിങ് ആണ്, എല്ലാത്തിലും ഉപയോഗിക്കാം. പിന്നെ നമുക്കൊരു സിം കാർഡ് പിന്നും വരുന്നുണ്ട് കേട്ടോ. പിന്നെ ആവശ്യമില്ല. പിന്നെ നമുക്കിതിലൊരു കേസും വരുന്നുണ്ട്. ഞാൻ കേസ് പുറത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. കേസ് ഇരിക്കണ ഒരു കവറും വരുന്നുണ്ട്. കവറ് അങ്ങനത്തെ ഇതെല്ലാം കറക്റ്റ് പേപ്പറാട്ടോ, കറക്റ്റ് പേപ്പർ, ഒരു പ്ലാസ്റ്റിക് പോലും ഇല്ല. ഇതിൽ നമുക്ക് ഫോണിൽ റാപ്പ് ചെയ്തെല്ലാം പേപ്പറായിരുന്നു. അപ്പോൾ ഞാൻ ഇത് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഇത്രയേ ഉള്ളൂ. ഞാൻ ഫോൺ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഫോൺ ഭയങ്കര സ്ലിമ്മാണ് കേട്ടോ, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. 5000 mAh ബാറ്ററി ഉണ്ടെന്നും പറയില്ല. അതാണ് വേണ്ടത്. ഫോൺ ഞാൻ എന്തായാലും ഓൺ ചെയ്യാം. എനിക്കിതിൻ്റെ ഡിസൈൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കർവ് സ്ക്രീൻ ആണെന്നുള്ളൊരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ കളർഫുൾ കണ്ടു. ഇതിൻ്റെ എന്താ പറയുക, നമ്മുടെ ഈ ലൈറ്റ് കറക്റ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ ഡിസ്പ്ലേ കറക്റ്റായിട്ട് ക്ലിയർ ആവുന്നില്ല. സോണി ഒന്ന് ഫോക്കസ് ചെയ്യാൻ പറ്റുമോ? ഇതിൻ്റെ ഹലോ മോട്ടോ എന്നിട്ട് സ്റ്റാർട്ടിങ് ഇത് വരുന്നുണ്ട് ലോഗോ. രക്ഷയില്ലാത്തതാണ്. ഇതിൽ 7 Gen 1 ആണ് വരുന്നത്. ആക്സിലറേറ്റഡ് എഡിഷൻ എന്ന് പറയുന്നത് ഒരു മീഡിയം പ്ലസ് ആണ്. പ്രോ ആണെങ്കിൽ നമുക്ക് 7 Gen 3 വരും. ഇപ്പോൾ ഈ റേഞ്ചിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് സിം കാർഡ് ഇടാൻ പറയുന്നുണ്ട്. തൽക്കാലം ഇപ്പം എൻ്റെ വേറെ സിമ്മൊന്നുമില്ല, സ്കിപ്പ് അടിക്കാം. ഞാൻ എൻ്റെ ഇപ്പോൾ 3ാമത്തെ ഫോണിലത്തെ സാധനം എടുത്തിട്ടുണ്ട്, ചുമ്മാ അല്ലെങ്കിൽ ആക്ടിവേറ്റ് ആവില്ല. അപ്പോൾ അനദർ ഡിവൈസ് വെച്ചിട്ട് നിങ്ങൾക്കിത് സെറ്റപ്പ് ചെയ്യണമെന്ന് അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതൊന്നും കാണിച്ചു തരണമെന്ന് വിചാരിക്കുന്നതല്ല, നിങ്ങൾക്ക് അറിയുന്നില്ല. അപ്പോൾ നമുക്ക് വൈഫൈയിൽ കാണിക്കാൻ പറയണമെങ്കിൽ ഞാൻ അതൊന്നും സെറ്റപ്പ് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഓവറോൾ ഈ സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഞാൻ മോട്ടോറോളയുടെ ഫോൺ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ റേഞ്ചിലുള്ള മോട്ടോറോളയുടെ ഫോൺ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം ബാക്കി എല്ലാ ബ്രാൻഡും ഉപയോഗിച്ചിട്ടുണ്ട്. മോട്ടോറോള ആദ്യത്തെ മോട്ടോറോള എൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ്, ശരിക്കും ഒരു പിക്സൽ ഉപയോഗിക്കുന്ന പോലത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് തോന്നിയത്. ഫോണ്ടും അല്ലാതെ കുറച്ച് ചില്ലറ വ്യത്യാസം ഉണ്ടെങ്കിലും ബാക്കി അല്ലെങ്കിൽ ഓൾമോസ്റ്റ് സിമിലറായിട്ട് തോന്നിയത്. ബാക്കി പിന്നെ ബ്ലോട്ട് വൈസോ ആഡോ സംഭവങ്ങളൊന്നുമില്ല. അതൊരു മെയിൻ ഹൈലൈറ്റ് തന്നെയാണ്.
ഇതിലാകെ എനിക്ക് കോണായിട്ട് തോന്നിയത് പ്രൊസസ്സർ കുറച്ചും കൂടിയും പവർഫുൾ വേണമായിരുന്നു എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ചെറുതായിട്ട് ജട്ടറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ. പിന്നെ ക്യാമറ ആപ്പ് സംഭവം എടുക്കുമ്പോൾ ഇതിന്റെ റിവ്യൂ ആയിട്ട് ഞാൻ എന്തായാലും പറയുന്നില്ല എന്ന് വെച്ചാൽ പക്ഷെ നമുക്ക് ഈ റേഞ്ചിന് ഈ ഒരു 21,000 22,000 രൂപയ്ക്ക് നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ റെക്കമെൻഡ് തന്നെ പറയാന്ന് വെച്ചാൽ ബാക്കി നമുക്ക് വരുമ്പോൾ ഈ വിവോയും ഒപ്പോയും അങ്ങനത്തെ കുറെ ബ്രാൻഡുകൾ വരിക. അതിലപ്പോൾ നിറച്ച് പരസ്യമാണ്, റെഡ്മിയും നിറച്ച് പരസ്യങ്ങളും സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ബഡ്ജറ്റ് നമ്മുടെ കൊടുക്കുന്ന കാശിന് കിട്ടുന്ന ഒരു വാല്യൂ ഉണ്ടല്ലോ, അത് ആക്ച്വലി നമുക്ക് ഈ മോട്ടറോള ഫോൺ തരുന്നുണ്ട്. പിന്നെ അതിൽ ഇഷ്ടമില്ലാത്ത ഫീച്ചേഴ്സ് ഇല്ല, IP68 റേറ്റിംഗ് അടക്കമുണ്ട്, മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷൻ ഉണ്ട്. പിന്നെ ഇതിന്റെ തരുന്ന കേസാണ് ഈ സാധനം കേട്ടോ. എൻ്റെ ബ്ലാക്ക് കളർ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു പേപ്പർ ടൈപ്പ് കേസ് പോലെ ഉണ്ട് സാധനം കണ്ട. എനിക്ക് തോന്നുന്നത് ഉണ്ടാക്കിക്കുന്നത് എന്താ പറയുക, എന്തോ ഡീഗ്രേഡബിൾ മെറ്റീരിയൽ കൊണ്ടാണ്. പിന്നെ ഫിംഗർ പ്രിന്റ് ഒക്കെ കൊള്ളാട്ടോ, നല്ല വാസ്റ്റ് തന്നെയാണ് ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വാസന പ്രശ്നമൊന്നുമില്ല. ഇതിപ്പോൾ നമ്മുടെ എന്തോ ആപ്പ് ഇൻസ്റ്റാളിങ്ങും അതുപോലെ തന്നെ എന്തൊരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഇതിൽ ചാർജും ഇല്ല, 20% മാത്രമേ ചാർജ് ഉണ്ടാകുന്നുള്ളൂ. നോർമലി പുതിയ ഫോണുകളിൽ വരുമ്പോൾ 50% ഒക്കെ ഉണ്ടാവാറുണ്ട്, ഇത് പക്ഷേ കുറവാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ജെറ്റർ ലാഗും വരുന്നുണ്ട്. ചാർജ് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയിക്കില്ല പവർ ഇല്ലെങ്കിൽ. അല്ലാത്ത സാധനം നല്ല ക്ലിയർ ഉണ്ട്, നല്ല ഇപ്പോൾ വേറെ ഇഷ്യൂസും സ്മൂത്തും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട്. വേറെ ലാഗോ സംഭവമൊന്നും ഇല്ല. അതിൽ ബ്ലോട്ട്വെയർസ് എന്ന് പറയാനില്ല, പക്ഷെ നമുക്ക് ഒരു ബ്ലോട്ട്വെയർസ് എന്ന് പറയാൻ ആകെ ലിങ്ക്ഡിനും ഫേസ്ബുക്കും മാത്രമായിട്ട് ബ്ലോട്ട്വെയർ എന്ന് പറയാനുള്ളൂ കേട്ടോ. അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ലേ, അതെന്തോ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും വേണ്ടി. അത് സോറി, അത് ഞാൻ മറ്റേതിൽ അപ്ഡേറ്റ് ആയതാണ് കേട്ടോ. വേറെ സംഭവമൊന്നുമില്ല. കളർ അതൊക്കെ ഇത് വാട്ടർ സോർട്ട് പസിൽ എന്നൊരു സാധനം കാണാനുണ്ട്. അത് എനിക്ക് തോന്നുന്നു അവരുടെ കൂടെ ഇൻസ്റ്റാൾ ചെയ്താന്നുണ്ട്. അത് തന്നെ ഒരു ബ്ലോട്ട്വെയർ എന്ന് പറയാനുള്ളൂ, വേറെ സംഭവമൊന്നും കാണാനില്ല. ആകെ എന്താ പറയുക, ഒരു 10-15 അത്രയും ആപ്പുകളൊക്കെ ഉള്ളൂ അതിൽ, ബാക്കി ഒന്നുമില്ല അതിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ലിങ്ക്ഡിനും ഒക്കെ. ഞാൻ മറ്റേത് അപ്ഡേറ്റ് കൊടുത്തപ്പോൾ ആ ആപ്പ് ഇവർ കുറച്ച് റെക്കമെൻഡേഷൻ കാണിക്കുന്നുണ്ട്, ആ സാധനത്തിലത്തെ സംഭവങ്ങളൊക്കെ കയറി ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് ചാർജിങ്ങിന് വെക്കണം, അല്ലാണ്ട് രക്ഷമില്ല. പക്ഷേ ഫോട്ടോസ് ആയാലും ഇതിപ്പോൾ എന്തായാലും ഞാനത് ഫോട്ടോസിൻ്റെ സംഭവത്തിൻ്റെ ഒന്നും പറയുന്നില്ല. എന്ന് വെച്ചാൽ ഇത് ഓവറോൾ കുറച്ച് കാലം ഓൾറെഡി കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു ഫോണാണ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ എന്തായാലും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ പക്ഷേ നിങ്ങൾക്ക് ആക്ച്വലി ഈ ടൈമിൽ ഇത് വാങ്ങിക്കാൻ 20,000 രൂപയ്ക്ക് വാങ്ങിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വാങ്ങിക്കാൻ തന്നെ പറയുള്ളൂ. ഞാൻ ആക്ച്വലി ഇത് ആമസോൺ ICICI കാർഡ് ഉപയോഗിച്ചിട്ട് വാങ്ങിച്ചത്. അപ്പോൾ നമുക്ക് ഇപ്പറ കൊടുത്തേന്ന് വന്ന് ഒരു ശതമാനം കൂടി കിട്ടും എക്സ്ട്രാ. എന്ന് വെച്ചാൽ ആമസോണിലല്ലോ സെയിൽ ചെയ്യുന്നത് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ 1% നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ട് കാർഡ് ഉണ്ടെങ്കിൽ 5% എക്സ്ട്രയും കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ച് ക്യാഷ് ബാക്ക് സംഭവം. അപ്പോൾ ഓൾമോസ്റ്റ് 20-21 അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ SBIയുടെ ക്യാഷ് ബാക്ക് കാർഡ് ഉപയോഗിച്ചിട്ട് വാങ്ങിക്കുക, അങ്ങനെ നമുക്ക് 5% ക്യാഷ് ബാക്ക് കിട്ടും. ഞാൻ ആക്ച്വലി അത് എടുത്തില്ല, അത് ഞാൻ മറന്നു. അതാണ് ഓർഡർ കഴിഞ്ഞാൽ പിന്നെ ഓർത്ത് SBIയുടെ ക്യാഷ് ബാക്ക് എൻ്റെ ഉണ്ടായിരുന്നില്ല, അത് ചെയ്താൽ മതിയായിരുന്നു. 5% കിട്ടിയാണ്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 20,000 രൂപയ്ക്ക് സാധനം കയ്യിൽ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ നമ്മൾ ആക്ച്വലി പറയുന്ന ഒരു റെക്കമെൻഡ് ചെയ്യുന്ന ഒരു എന്താ പറയുക 20,000 രൂപയുടെ റേഞ്ചിൽ വരുന്ന ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത്. ഓവറോൾ ഗെയിമിങ്ങിനൊന്നും പറ്റില്ല കേട്ടോ, ഞാൻ ഓൾറെഡി പറയാം. ഈ റേഞ്ചിൽ എന്തായാലും നമുക്ക് പറ്റില്ല. പിന്നെ നമുക്ക് ഗെയിമിങ്ങിനൊക്കെ പറ്റുകയാണെങ്കിൽ നിങ്ങൾ IQ ഒക്കെ നോക്കുമായിരിക്കും പിന്നെ നല്ലത്. പക്ഷേ ഇത് ഓവറോൾ ഒരു ഫോൺ ഒരു കാണുമ്പോൾ ഒക്കെ തന്നെ നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ഫോൺ പോലെയാണ്. നമ്മുടെ വിവോൻ്റെ പണ്ടത്തെ X80 X90 കാണുമ്പോൾ അതേ ഒരു ലുക്കാണ്. പിന്നെ ക്യാമറയും വലിയ മോശമൊന്നുമില്ല, നമുക്ക് കൊടുക്കുന്ന കാശിന് വലിയ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ കേസ് ഇൻ ബിൽഡ് കിട്ടുന്നുണ്ട്. കേസ് വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല, എന്നാലും സൈഡൊന്നും പൊട്ടഡ് അല്ലാണ്ട്, പക്ഷെ എന്നാലും അതിങ്ങനെ തരുന്നുണ്ടല്ലോ ഉമ്മര്. പിന്നെ നല്ല നിങ്ങൾക്കറിയാം ഇത് ഭയങ്കര കെർവ്ഡ് ആവണ്ടോ. ഇപ്പോൾ ഇറങ്ങിങ്ങനെ നമ്മുടെ 60 ഫ്യൂഷൻ ഇതിനായിട്ടും കെർവ്ഡാ, അതാണ് വിറ്റ്. അപ്പോൾ ഇത് എന്തായാലും ഇതുമ്പോൾ സ്ക്രീൻ കാർഡ് ഇല്ല, അപ്പോൾ സ്ക്രീൻ കാർഡ് കിട്ടാനും കുറച്ച് പാടാണ്. അപ്പോൾ പക്ഷേ നമുക്ക് ഒരു ഭയങ്കര ഒരു പ്രീമിയംനെസ് സാധനം ശരിക്കും തോന്നിക്കുന്നുണ്ട്. അത് എടുത്ത് പറയേണ്ട കാര്യം തന്നെ, ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള സംഭവമൊന്നുമില്ല, നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കുന്നതാണ്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ അടക്കം ഉണ്ട് കേട്ടോ. നമ്മുടെ 60,000-70,000 രൂപ വിലത്തെ iPhone അടക്കില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ മോട്ടോറോളയുടെ Edge 50യുടെ വീഡിയോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളിലേക്ക് എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാം കണ്ടു പോകുന്നതാണ്. ഞാൻ എന്തായാലും നമ്മുടെ ഇത് ഫ്ലിപ്കാർട്ടിലുള്ളതെന്നുണ്ട്. ഫ്ലിപ്കാർട്ടിൻ്റെ നമുക്ക് എന്തായാലും ലിങ്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽ കാണത്തിൽ പോയി കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമുക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളിലേക്ക് എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാം കണ്ടു പോകുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ എൻ്റെ പേര് ജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മുടെ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. പറത്തില്ലാണ്.